ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 15 ഡേയ്സ്, അതായത് ഇപ്പോൾ 4-5 തീയതിയൊക്കെ ആയി, എന്നാലും അടുത്ത 10 ദിവസം, അതായത് 15 തീയതി വരെ, ഏപ്രിലിൻ്റെ പകുതി എന്ന രീതിക്കാണ് കണക്കാക്കുന്നത്. 15th വരെ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഈ വരുന്ന അടുത്ത 10 ദിവസം. ഓക്കെ, സോ ഏപ്രിൽ 15th വരെ. ഫസ്റ്റ് 15th ചെയ്യാനിരുന്നായിരുന്നു, കുറച്ച് ഡിലേ ആയി. സോ ഇപ്പം നമുക്ക് ബാക്കിയുള്ള 10 ദിവസം എന്ന രീതിക്ക് എടുക്കാം. നെക്സ്റ്റ് 10 days നിങ്ങളുടെ ലൈഫിൽ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് നമുക്ക് ഗൈഡൻസ് ആയിട്ട്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് വരുന്നത്. വേൾഡ് കാർഡ്. ഓക്കെ, 2 Pentacles, 3 of Swords, വേഗം എടുക്കാം. ജസ്റ്റിസ് ആൻഡ് മൂൺ കാർഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് നിങ്ങൾക്ക് ലൈക്ക് എന്തെങ്കിലും ഏറ്റെടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ സക്സസ് വരും എന്ന രീതിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ചിലപ്പോൾ എന്തെങ്കിലും സെലിബ്രേഷൻ എന്തെങ്കിലും ഉണ്ടാവാം. നിങ്ങളുടെ ലൈഫിലൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഒരു സന്തോഷകരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് തീർത്തതിൻ്റെ ഒരു വിക്ടറിയുടെ സന്തോഷമായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയില്ലേ, ഈവൻ ഒരു ലൈക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രീതിക്കായിരിക്കാം. സോ ഓവറോൾ എവിടെയോ ഒരു ഹാപ്പി എനർജി എനിക്കുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്കൊരു സക്സസ് കിട്ടുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ഇതിവിടെ മേ ബി നിങ്ങളുടെ ജോലിയിൽ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായാലും നിങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നും എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി യാത്രയുടെ ഒരു കാര്യം പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു യാത്രയുടെ കാര്യം നിങ്ങൾ എന്തെങ്കിലും ആലോചനയിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മേ ബി നിങ്ങളൊരു കൺഫ്യൂഷൻ വരുന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഒരു 2 സിറ്റുവേഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന പോലെ. ഓക്കെ, എടുക്കണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ എന്ന രീതിക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം. സോ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മൾട്ടിപ്പിളായിട്ട് ജഗിൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ. സോ മേ ബി യാത്രകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതും ആവാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി, കരിയർ പ്ലസ് ഫാമിലി ലൈഫ് എല്ലാം കൂടി നിങ്ങളൊന്ന് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ഈ സക്സസ് ഒക്കെ വരിക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും അല്ലേ. സോ ആ രീതിക്കായിരിക്കാം. സോ കുറച്ചൊരു ജഗ്ലിങ്ങും കാണുന്നുണ്ട്. ഈ സക്സസിൻ്റെ ഒപ്പം നമുക്ക് സ്ട്രെസ്സും ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ മേ ബി അങ്ങനത്തെ ആയിരിക്കാം. ഇവിടെ കുറച്ചൊരു ഹാർട്ട് ബ്രേക്ക് എന്ന രീതിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കാനുള്ളൊരു പ്രശ്നം, ബുദ്ധിമുട്ട് എനിക്ക് കാണുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ജസ്റ്റിസും കൂടി വന്നതുകൊണ്ട് ഓക്കെ, ഐ തിങ്ക് ഇവിടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓക്കെ ഓവറോൾ തീം ഞാൻ എടുക്കുകയാണെങ്കിൽ ഓരോരോ സിറ്റുവേഷൻ എന്ന രീതിക്ക് പറയാതെ ഞാൻ ഒന്നിച്ചൊരു സ്റ്റോറി ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണോ അതോ ചിലത് വിട്ട് കളയണോ എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരുന്നതായിട്ടാണ്. അത് ഈ മാസം ഐ തിങ്ക് നിങ്ങളുടെ മനസ്സിലത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കും. മേ ബി 2 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഏത് വേണം എന്നൊരു ചിന്തയായിരിക്കാം. അഗെയിൻ അതിപ്പോൾ മൾട്ടിപ്പിൾ ഓഫേഴ്സ് ആവാം, ജോലിയുടെ ഓഫേഴ്സ് ആവാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ യാത്രയുടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ നിൽക്കണോ, പുറത്ത് പോകണോ, വേറെ എവിടെയെങ്കിലും മാറണോ, ജോലി മാറുമോ, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അതിലേതെങ്കിലും ചൂസ് ചെയ്യണോ എന്ന രീതിക്ക് ഒരു ചിന്തയായിരിക്കാം. നിങ്ങൾക്ക് എവിടെയോ ചില നിങ്ങൾ ന്യായം ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ന്യായം ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് മേ ബി നിങ്ങളോട് തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതായത് നിങ്ങളോട് തെറ്റ് നടന്നിട്ടുണ്ട് എന്ന രീതിക്കായിരിക്കാം. സോ മേ ബി ഇവിടെ എനിക്ക് ഞാൻ പറഞ്ഞു വന്നതും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ബട്ട് എനിവേ ഇവിടെ എനിക്കിപ്പോൾ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്തോ ലൈഫിൽ ഒരു വലിയ മേജർ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. കാരണം എവിടെയോ നിങ്ങൾക്ക് ന്യായം നിങ്ങളോട് നടന്നിട്ടില്ല എന്നൊരു തോന്നലുണ്ട്. ആൻഡ് ചിലത് വിട്ട് കളയണോ എന്ന രീതിക്ക് നിങ്ങൾ ഒരു ചിന്ത വളരെ സ്ട്രോങ് ആയിട്ട് ഐ തിങ്ക് നിങ്ങൾ ആ ഒരു ഡീപ്പ് ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ദാറ്റ് ഇപ്പോൾ മേ ബി ഉള്ള കാര്യങ്ങൾ ഓക്കെ മേ ബി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയാലും ഓക്കെ എവിടെ ചില സക്സസ് ഒക്കെ വന്നാലും മേ ബി ചില നമുക്ക് അതൊരു ഉള്ളിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടാവില്ലേ, സന്തോഷം തരുന്നുണ്ടാവില്ലേ, ചിലപ്പോൾ അതായിരിക്കാം. സോ മേ ബി അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരുന്നത് ദാറ്റ് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണോ വേണോ വേണ്ടേ എന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ യാത്രയുടെ കാര്യം, മാറ്റത്തിൻ്റെ കാര്യം. സോ സംതിങ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി അഗൈൻ വേറെ സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് എവിടെയോ ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ആ സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് മാറിപ്പോകണോ എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ്. ഒരു സൈക്കിൾ നിങ്ങൾ അവസാനിപ്പിക്കണോ വേണ്ടേ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കയറിയ പോലെയാണ്. സോ അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ എനിക്ക് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്തോ വിട്ടു പോകാനുള്ള
ഒരു ആലോചന നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് സ്റ്റേബിൾ ആണോ ഇല്ലേ എന്ന്. മേ ബി ഒരു ജോലിയായിരിക്കാം. ജോലിയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതാണോ അല്ലേ, മേ ബി അവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആക്ച്വലി കംപ്ലീറ്റ് ചെയ്തിട്ടും മേ ബി നിങ്ങൾക്ക് അവിടെ അപ്രീസിയേഷൻ കിട്ടിയില്ല എന്ന രീതിക്കായിരിക്കാം. സോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത് വിട്ടു പോകണോ, ഈ ജോലി മാറണോ, ഇവിടെ എനിക്ക് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ അതും ഒക്കെ എവിടെയോ നിങ്ങളുടെ ഉള്ളിലൊരു ചോദ്യം നിലനിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇതെനിക്ക് നല്ലതാണോ അല്ലേ എന്ന്. ബിക്കോസ് എവിടെയോ നിങ്ങൾക്ക് ഒരു ചെറിയ വേദനകൾ കിട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ച രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. അതിൽ നിങ്ങളൊരു ന്യായം ആഗ്രഹിക്കുന്നുണ്ട്. ന്യായം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മേ ബി ഇതിലൊരു തീരുമാനം വന്നില്ലെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് എടുക്കാൻ ശ്രമിക്കുന്ന പോലെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിന്നെങ്കിലും തീരുമാനം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓർ മേ ബി വാക്ക് അവേ, നമ്മൾ പറയില്ലേ നിൽക്കണോ മാറിപ്പോണോ എന്ന രീതിയിലൊരു ക്വസ്റ്റ്യനാണ് എനിക്ക് മെയിനായിട്ട് കാണുന്നത്. മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പേർക്ക് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജോലിയിൽ ഒരു സക്സസ് വരുന്ന പോലെ, എനിക്ക് കുറച്ച് പേർക്ക് അഗൈൻ ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. അഗൈൻ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ബട്ട് ഇവിടെ ന്യായം നിങ്ങളുടെ ഭാഗത്തായിരിക്കും എന്നൊരു തോന്നലുണ്ട് എനിക്ക്. ഓക്കെ, സോ യെസ്, യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്ത് ന്യായം കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഒരു ഡിസിഷൻ അഗൈൻ നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. Okay, again hangman. Okay, chariot, victory, success, 6 of wands, 5 of pentacles. Okay, see again ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവാൻ ചില കാര്യങ്ങൾ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്കൊരു മുന്നോട്ട് തീരുമാനം അഗൈൻ നിങ്ങളുടെ തീരുമാനവും ഉണ്ട് ഇവിടെ. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിൾസും ചാരിറ്റും പറയുന്ന ഇവിടെ ഒരു ഡിസിഷൻ്റെ കാര്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ ഏത് വേണം എന്നുള്ള തീരുമാനം, അല്ലെങ്കിൽ ഏത് ഡയറക്ഷൻ ചൂസ് ചെയ്യണം, എന്ത് കാര്യം ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ചോയ്സിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. സോ ഇവിടെ നിങ്ങൾ പെട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ ഇപ്പോൾ ഏത് തന്നെ ആയാലും ശരി, ജോലിയുടെ കാര്യങ്ങളായാലും ശരി, ലൈഫിലെ കാര്യങ്ങളായാലും ശരി, ഓക്കെ, റിലേഷൻഷിപ്സ് ആയാലും എവിടെയോ നിങ്ങൾ കുറച്ച് സ്റ്റക്കായി പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവാം. സോ അതിൽ മുന്നോട്ടൊരു മൂവ്മെൻറ്റ് കാണുന്ന പോലെയാണെങ്കിൽ സോ ഐ തിങ്ക് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കാം. എന്ത് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോ മേ ബി നിങ്ങൾക്ക് വിട്ടുപോകാൻ അത്ര എളുപ്പമായിരിക്കില്ല അല്ലേ. നമ്മളൊരു കാര്യം നമുക്ക് എന്തെങ്കിലും നല്ലതല്ല എന്ന് അറിയുകയാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻ നമുക്ക് മാറാൻ അത്ര എളുപ്പമല്ല. ബട്ട് ഐ തിങ്ക് ഒരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അതിനുശേഷം സക്സസ് വരുന്ന പോലെയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര, മൂവിങ് ഒക്കെയാണ് എനിക്ക് കാണുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾ അർഹിക്കുന്ന ഒരു അംഗീകാരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഇവിടെ ഒരു ഒറ്റപ്പെട്ട പോലെ ഫീലിംഗ് ഉണ്ട്. സോ മേ ബി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് വിട്ടൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ തനിച്ചാണ്, നിങ്ങൾ തനിച്ചായി പോകുന്നു, നിങ്ങൾക്ക് ആരും സപ്പോർട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന രീതിക്കാണ്. ഹെൽപ്പ് നമുക്ക് വേണ്ടത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് ഇതും പറയുന്ന ഒരു ബ്ലെസ്സിങ്ങിൻ്റെ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ആരുടെയെങ്കിലും കൗൺസിലിംഗ് എടുക്കുക, ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, ഗെറ്റ് എ കൗൺസിൽ, ഗെറ്റ് ഹെൽപ്പ്. മേ ബി ഇതിവിടെ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ കൂടുതൽ പഠിക്കുന്ന രീതിക്കായിരിക്കാം. സ്പിരിച്വൽ മാത്രമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും പഠിക്കാൻ കൂടുതൽ ശ്രമിക്കുന്ന ഒരു എനർജിയുമായിരിക്കാം. സോ നിങ്ങൾ ഈ ഒരു വിഷമത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലിൽ നിന്ന്, അല്ലെങ്കിൽ തനിച്ചായിപ്പോയി, നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്നു, ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പറ്റും, അതിൻ്റെയൊക്കെ ഐ തിങ്ക് നിങ്ങൾ കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പിരിച്വൽ ആവുന്ന രീതിക്കായിരിക്കാം. സോ അപ്പം നിങ്ങൾക്ക് ഈ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഈ ഒരു തീരുമാനം ജസ്റ്റിസ് ഐ തിങ്ക് നിങ്ങൾ തന്നെ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ന്യായമായ രീതിയിൽ നിങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്ത്, തീരുമാനമെടുത്ത് നിങ്ങൾ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ യെസ്, അഗൈൻ ഇവിടെ യാത്രയുടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് 2-3 കാർഡ്സ്. സോ യാത്രയുടെ കാര്യത്തിലാണെങ്കിൽ എവിടെയും മാറണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ആ ഒരു തീരുമാനം നിങ്ങളെടുക്കും. അതിനും മേ ബി ആരുടെയും അഡ്വൈസ് ചോദിക്കാം, നല്ലതാണോ അല്ലേ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരുടെയും ഒന്ന് അഡ്വൈസ് ചോദിക്കാം. സോ ബട്ട് ഇവിടെ ഓവറോൾ എനിക്ക് എനർജി കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ഹയർഫെൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു അംഗീകാരം കിട്ടുന്ന പോലെ, അഗൈൻ മറ്റുള്ളവർ അപ്രൂവൽ വരുന്ന പോലെയൊക്കെ പറയും. എനിക്ക് കുറച്ച് പേർക്ക് യാത്രയുടെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്രൂവൽ വരും. അതിൻ്റെ അല്ലാത്തവർക്ക് നിങ്ങൾ എന്തെങ്കിലും മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഓക്കെ, നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ആ സ്പിരിച്വൽ ഗൈഡൻസ് ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്ന പോലെയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ
ഒരു മാറ്റത്തിൻ്റെ സമയമാണ് മെയിൻലി. മാറ്റം എന്ന് മാത്രമല്ല, നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതല്ലാത്ത വേദനിപ്പിക്കുന്നതല്ല നിങ്ങളൊന്ന് മാറിപ്പോകുന്ന രീതിക്കും എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ആ ഡിസിഷൻ ഐ തിങ്ക് ഒരു ഉറച്ച് തീരുമാനമെടുത്ത്, ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ എന്തെങ്കിലും വിട്ടു പോകുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു പേടിയുണ്ടാവും, ഞാൻ തനിച്ചായി പോകില്ലെന്ന്. ബട്ട് ഐ തിങ്ക് എന്നാലും നിങ്ങൾ അതിനെ മറികടക്കാൻ നിങ്ങൾ തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്ന പോലെയാണ്. നിങ്ങൾ അതിന് വേണ്ട ഹെൽപ്പോ സപ്പോർട്ടോ എടുത്ത് നിങ്ങൾ മുന്നോട്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന പോലെ കാണുന്നുണ്ട് എനിക്ക്. സോ ഈ ഒരു മന്ത് ഐ തിങ്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് ചിന്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി മുന്നോട്ട് പോകുന്ന പോലെയാണ് തോന്നുന്നത്. ചില കാര്യങ്ങൾ അവസാനിക്കുന്നതായിരിക്കാം, ബട്ട് ഐ തിങ്ക് നിങ്ങൾ മൂവിങ് ഓൺ ടുവേർഡ്സ് ഒരു നിങ്ങളുടെ തന്നെ ഒരു സമാധാനം, പീസൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കാം. ഓക്കെ, ചോപ്പ് വുഡ്, അൺഫിനിഷ്ഡ് സിംഫണി, തിങ്കർ, ടൈം ടു ഗോ, ടു ബി ഫെയർ, യെസ്, ജസ്റ്റിസിൻ്റെ കാർഡ്, ഇത് 8 of Cupsൻ്റെ കാർഡ്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ചോപ്പ് വുഡ് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലായിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടും, നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ടും മേ ബി അവിടെ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടാത്തതായിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ എവിടെയായാലും നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും ഐ തിങ്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. സോ അതായിരിക്കാം. അഗൈൻ ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ബട്ട് അതിന് മേ ബി ചില സമയത്ത് നമുക്ക് നല്ല ന്യായം നിങ്ങൾക്ക് കിട്ടാത്ത പോലെ നിങ്ങൾക്ക് തോന്നാം. അൺഫിനിഷ്ഡ് സിംഫണി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളെ വിട്ട് ആരെങ്കിലും പോയി, അങ്ങനത്തെ എന്തെങ്കിലും ഓക്കെ, എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, ഇതിവിടെ അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിവിടെ വീണ്ടും ഇവിടെ ചില ഐ തിങ്ക് സൈക്കിൾസ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. സോ അങ്ങനെ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തോ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് എന്നാണ്. ഓക്കെ, നോളജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ മേ ബി നിങ്ങൾ സ്പിരിച്വലി ഒക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തുകൊണ്ടാണ് ചില സിറ്റുവേഷൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ശരിയാവാത്തത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, അവിടെ എന്തോ ശരിയാക്കാനുണ്ട്. നിങ്ങളൊരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ അതൊരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ എന്തോ പഠിക്കാനുണ്ട്, എന്തോ മാറ്റാനുണ്ട് എന്നുള്ളതാണ് അർത്ഥം. സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഐ തിങ്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൈ ദിസ് കീപ്സ് ഹാപ്പനിങ്, വൈ ദിസ് കീപ്സ് റിപ്പീറ്റിംഗ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും, ഓഫീസിൽ നിങ്ങൾക്ക് അപ്രീഷിയേഷൻ കിട്ടുന്നില്ല, ജോലി എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് അതിനുള്ള ന്യായമായത് കിട്ടുന്നില്ല, പുറമേ ഉള്ളവർ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ശരിക്കും വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതെന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം ഇവിടെ ആക്ച്വലി തിങ്കിങ് കാണുന്നുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് സ്ട്രെസ് അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിഷമം വേദനയൊക്കെ ഉണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ടൈം ടു ഗോ എന്നാണ്. 8 of Cups ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലെ ചോദ്യം അതാണ്. തെറ്റ്, ഞാനിതിൽ നിൽക്കണോ വേണ്ടേ, മുന്നോട്ട് മാറിപ്പോകണോ എന്ന രീതിക്ക് എവിടെയോ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ടൈം ടു ഗോ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. സോ ഒരു മാറിപ്പോകാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ജോലിക്കാണെങ്കിൽ യെസ്, സ്ഥലം മാറാനൊക്കെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശ്രമിക്കുക. ജോലി മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ റിലേഷൻഷിപ്സിലാണെങ്കിൽ ചിലപ്പോൾ ചിലത് നമ്മൾ വിട്ട് കളയണം എന്നായിരിക്കാം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കീപ് ഗോയിങ് എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ ചില കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് ഇരിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്ന രീതിക്കും ആവും. ബട്ട് ഇവിടെ എവിടെയോ ടൈം ടു ഗോ പറയുന്നത് നിങ്ങൾക്ക് വേറെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് എന്നാണ്, പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാം. ഞാനിവിടെ ടു ബി ഫെയർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആക്ച്വലി നിങ്ങളുടെ കൂടെ ഉണ്ട്. ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എന്ന രീതിയിലാണ്. എല്ലാം ഫെയർ ആയിട്ട് തന്നെ നടക്കും. ഓക്കെ, ബട്ട് അതിനെ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവാനുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ഉറച്ച് നിൽക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചിന്തിക്കുക. കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. എന്തുകൊണ്ട് ഈ പാറ്റേൺസ് റിപ്പീറ്റ് ആവുന്നു, എനിക്ക് എവിടെ എന്താണ് പറ്റുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ല എന്നറിഞ്ഞിട്ടും ചിലർ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, ഒരു മാറ്റം ഇവിടെ വരുത്താനുണ്ട് എന്നാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. സക്സസ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ അതിന് ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ നമുക്ക് മിസ്സിങ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം എടുത്തും അതാണ് ഇവിടെ മെയിൻ ഒരു ഡിസിഷനായിട്ട് എനിക്ക് കാണുന്നത്. ഓക്കെ, എല്ലാവർക്കും എന്തായാലും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.